ഹായ്, മറിയുവാണ് പരിചയ PMU അക്കാഡമി ആൻഡ് സ്റ്റുഡിയോയിൽ നിന്നും. ഈ ഒരു കാലഘട്ടത്തിൽ പല പ്രൊഫഷണൽസുകളും ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്കും അതുപോലെ ഫാഷൻ ഇൻഡസ്ട്രിയിലേക്കും പ്രൊഫഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊരു സ്ഥാപനത്തിന് കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ല, സ്വന്തമായിട്ട് ഏണിങ്സ് വേണം, ഫിനാൻഷ്യൽ ഫ്രീഡം വേണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഈ പറയുന്ന ബ്യൂട്ടി അല്ലെങ്കിൽ ഫാഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അധികം നോക്കുന്നത് ഏത് സർട്ടിഫിക്കേഷൻ ചെയ്താലാണ് നമുക്ക് പുറത്ത് ജോലി കിട്ടാൻ ചാൻസസ് കൂടുതൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഏറ്റവും അധികം കോസ്മെറ്റോളജി പഠിക്കുന്ന കുട്ടികൾ കേട്ടിട്ടുള്ളൊരു പേരാണ് സിഡസ്കോ, അതല്ലെങ്കിൽ KHEA, DHA, അതേപോലെ ITEC. എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കുറച്ച് ടോപ്പിക്സുകളാണിത്. കേരളത്തിലെ അക്കാഡമികളിൽ പലരും ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് സിഡസ്കോ ഉണ്ട്, അതല്ലെങ്കിൽ KHEA കിട്ടും, DHA കിട്ടും, അല്ലെങ്കിൽ ITC കിട്ടും. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മിക്കവാറും ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ഭീമമായിട്ടുള്ള തുക കൊടുത്തിട്ടാണ് കോഴ്സുകൾ പലരും തിരഞ്ഞെടുക്കുന്നത്. 1946 സ്വിറ്റ്സർലൻഡിലാണ് സിഡസ്കോയുടെ തുടക്കം വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കോസ്മെറ്റോളജി ക്ലിനിക്കുകൾ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ സലൂൺസിൽ വർക്ക് ചെയ്യുന്നു, മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു പടി കൂടി കടന്നിട്ട് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലേക്ക് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കോസ്മെറ്റോളജി ക്ലിനിക്ക് തുടങ്ങണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും കൂടി ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് കോഴ്സ് എൻക്വയറി ചെയ്യുന്ന പലരും ചോദിക്കുന്നത്, ഞങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിനിക്കിലേക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് സിഡസ്കോ. എന്താണ് സിഡസ്കോ? സിഡസ്കോ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഡസ്കോ അഫിലിയേഷനുള്ള ഒരു കോഴ്സ്, കോസ്മെറ്റോളജി കോഴ്സ് ഒരു അക്കാഡമിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്കുകളിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പലരും സിഡസ്കോ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ കോസ്മെറ്റോളജി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫൈനൽ വേർഡാണ് സിഡസ്കോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല. ഹൈ പെയ്ഡ്, ഹൈ സ്റ്റാൻഡേർഡ് ബ്യൂട്ടി തെറാപ്പിസ്റ്റുകൾ, അതല്ലെങ്കിൽ വെൽനസ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ, സ്പാ തെറാപ്പിസ്റ്റുകൾ, ഇത്രയും ആളുകൾക്കാണ് ഇതുകൊണ്ട് സലൂൺ മേഖലയിൽ മാത്രം ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കഗ്നൈസേഷനാണ്. ഇതിൻ്റെ സെയിം തന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള ITEC സർട്ടിഫിക്കേഷൻ ഉണ്ട്, GCC കൺട്രീസിൽ വരുന്ന KHEA സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ബ്യൂട്ടീഷ്യൻസിന് അതല്ലെങ്കിൽ സലൂൺ ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് പോകുന്ന കോസ്മെറ്റോളജി എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന, ഐഡൻറ്റിഫൈ ചെയ്യുന്ന അഫിലിയേഷൻസുകളാണ്. സിഡസ്കോ രജിസ്ട്രേഷനുള്ള കോസ്മെറ്റോളജി കോഴ്സുകൾ എന്ന് പറയുന്നത് ലെവൽ 2 തൊട്ടിട്ട് ലെവൽ 7 വരെയുള്ളതാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സുകളിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടുകളിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള സലൂൺസുകൾ പോകുന്നത് ലെവൽസ് 4 ആണ്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡിൽ നമുക്കൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കണമെങ്കിലാണ് ഈ സിഡസ്കോ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതല്ല എങ്കിൽ ക്ലിനിക്കുകളിലേക്കാണെങ്കിൽ DHA മസ്റ്റാണ്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് വെളിയിൽ. എന്താണ് DHA? അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.